സർ 2026 ബി ജെ പി കേരളം ഭരിക്കാൻ സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ എത്ര സീറ്റുകൾ വരെ ബി ജെ പിക്ക് കിട്ടാൻ സാധ്യതയുണ്ട്? ബി ജെ പിക്ക് 2026 കേരളം പിടിക്കണമെന്ന് വല്ല പദ്ധതിയുണ്ടോ? ഞാൻ കുറച്ചു കാലമായിട്ട് അതിനെപ്പറ്റിയാണ് ആലോചിക്കുന്നത്. അങ്ങനെ ഒരു പദ്ധതി മുന്നിൽ വെച്ചോ മനസ്സിൽ വെച്ചോ അവരുടെ സംസ്ഥാന ഘടകം പ്രവർത്തിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം കേരളത്തിലെ ജനങ്ങളുടെ ദൈനംദിന പ്രശ്നങ്ങളിലോ ദീർഘകാല പ്രശ്നങ്ങളിലോ ഈ നാടിൻ്റെ സർവ്വതോമുഖമായ ഭാവിയെക്കുറിച്ചോ ചിന്തിക്കുന്ന ഒരു നേതാവ് പോലും ഇപ്പോൾ ബി ജെ പിയിൽ പ്രത്യക്ഷത്തിൽ ഇല്ല, നമ്മളാരും കാണുന്നില്ല. ദൈനംദിന കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ചില ഇഷ്യൂ വരുമ്പോൾ കെ സുരേന്ദ്രൻ അവിടെ ഇവിടെ ഓരോ പ്രസ്താവന ഇറക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഞാനത് ബി ജെ പിയെക്കുറിച്ചുള്ള ഒരു ഷാർപ്പ് ക്രിറ്റിസിസമായിട്ട് വേണമെങ്കിൽ എടുത്തോളൂ. പക്ഷേ വേറെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ആളായിരുന്നല്ല ഈ കാര്യം പറയുന്നത്. ദേശീയ രാഷ്ട്രീയത്തിൽ ബി ജെ പിക്കുണ്ടായിരിക്കുന്ന വളർച്ചയുടെ തോതനുസരിച്ച് ഒരു റെസിപ്രോക്കൽ പ്രോഗ്രസ് കേരളത്തിൽ ബി ജെ പിക്ക് ഉണ്ടാകുന്നില്ല. അതിൻ്റെ അടിസ്ഥാന കാരണം ഇവിടുത്തെ ഹിന്ദു പാർട്ടി എന്ന് പറയുന്നത് CPM ആണ്. ഇവിടുത്തെ സംസ്ഥാനത്തെ ഹിന്ദു ഭൂരിപക്ഷ പാർട്ടി തൽക്കാലം CPM ആണ്. ആ CPMൻ്റെ ആധിപത്യം ഹിന്ദു സമൂഹത്തിലുള്ള അവരുടെ സ്വാധീനം കുറയ്ക്കുകയല്ലാതെ ബി ജെ പിക്ക് ഇവിടെ വളർന്നു വരാനുള്ള വഴിയില്ല. അപ്പോൾ CPMൻ്റെ സ്വാധീന മേഖലയിലേക്ക് കടന്നു കയറണം. അതിനൊരു പ്ലാനും പദ്ധതിയും സംസ്ഥാനത്ത് ബി ജെ പിക്ക് ഇപ്പോഴും ഇല്ല. എന്ന് മാത്രമല്ല, സംസ്ഥാനത്ത് CPM നയിക്കുന്ന ഗവൺമെൻറ്റിനോട് വളരെ മൃദുവായൊരു സമീപനമാണ് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ഗവൺമെൻറ് പോലും സ്വീകരിച്ചിരിക്കുന്നതെന്ന് ആക്ഷേപവുമുണ്ട്. ഈ നിലയ്ക്ക് ഒരു രാഷ്ട്രീയ പോരാട്ടത്തിനുള്ള വഴി ബി ജെ പി എങ്ങനെയാണ് അടുത്ത വർഷം ഇനി ഒരു 11 മാസം കഴിയുമ്പോൾ തുറക്കുക? അതുകൊണ്ട് ധന്യ ചോദിച്ച ആ ചോദ്യത്തിന് വളരെ വളരെ ബ്ലീക്കായ ഒരു ഫ്യൂച്ചറാണ് ഞാൻ കാണുന്നത്. എന്തെന്ന് വെച്ചാൽ ബി ജെ പിക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് 140 മണ്ഡലത്തിൽ ഒരു സംഘടിതമായ ഒരു രണ്ടാം കക്ഷിയെങ്കിലും ആകാനുള്ള പ്രവർത്തനം അവരിനിയും തുടങ്ങിയിട്ടില്ല. അതേസമയം അടുത്ത കൊല്ലം സമ്മേളനം കഴിഞ്ഞാൽ CPM തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് അങ്ങ് ഇറങ്ങുകയാണ്. കൊല്ലത്ത് ഈ മാസം അവരുടെ പാർട്ടി പ്ലീനം നടക്കുക, കോൺഗ്രസ് നടക്കുക. അത് കഴിഞ്ഞാൽ അവർ പിന്നെ പഞ്ചായത്ത് ഇലക്ഷനിലേക്കും അടുത്ത അസംബ്ലി ഇലക്ഷനിലേക്കും അവർ ഒരുങ്ങി ഇറങ്ങുകയാണ്. ഇപ്പോൾ തന്നെ ഈ വോട്ടർ പട്ടിക പുതുക്കുന്നതിന് വേണ്ടുന്ന ഒരുക്കങ്ങളെല്ലാം അണിയറയിൽ അവർ ഒരുങ്ങി പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. ഏതൊക്കെ വോട്ട് ആർക്കൊക്കെ കിട്ടും എന്ന് കൃത്യമായ കണക്കെടുത്തുകൊണ്ടാണ് അവരുടെ പ്രാദേശിക പ്രവർത്തകർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ വോട്ടിൻ്റെ പിന്നിലും ഓരോ CPM പ്രവർത്തകൻ്റെ കണ്ണും കാതുമുണ്ട്. അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയും വേറെ കേരളത്തിലില്ല. എന്നാലും UDFൻ്റെ മണ്ട ശിരോമണികൾ അവർക്ക് അധികാരം ഇങ്ങനെ കരഗതമായി. ഇനി ഞങ്ങൾ മുഖ്യമന്ത്രി ആരാകണം എന്നുള്ള തർക്കമാണ് നടക്കുന്നത് എന്ന അർത്ഥത്തിലാണ് അവരുടെ മട്ടും പാവും. ഇന്നലെ ന്യൂഡൽഹിയിൽ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ UDF ഇങ്ങനെ കയ്യിലെടുത്തു എന്നുള്ള അർത്ഥത്തിലാണ് കെ സുധാകരൻ സംസാരിച്ചതായിട്ട് ഇന്ന് പത്രത്തിൽ ഒരു വാചകം കണ്ടത്. അത്ര വലിയ ആത്മവിശ്വാസം പുലർത്താൻ ഇവർക്ക് എന്താ അധികാരം? അങ്ങനെ നോക്കുമ്പോൾ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന ആശയവുമായി ജീവിക്കുന്ന ബി ജെ പി കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരാതിരിക്കുവാനുള്ള തന്ത്രമായിരിക്കും ആദ്യം പ്രയോഗിക്കുക. അങ്ങനെ വന്നാൽ പിണറായി വിജയൻ്റെ ഗവൺമെൻറ് ഒരു തവണയും കൂടെ വന്നോട്ടെ എന്ന് കരുതാം. കാരണം എന്നെങ്കിലും CPM തകർന്നാലേ കേരളത്തിൽ ബി ജെ പിക്ക് ഒരു ആധിപത്യ സ്വഭാവത്തോടെ കടന്നു വരാൻ പറ്റും. അതിനുള്ള തന്ത്രം ഒരു തവണയും കൂടെ ഭരണത്തിൽ നാറാൻ അവരെ അനുവദിച്ചു കൊടുക്കുക. ഇപ്പം ഈ കഴിഞ്ഞ 9 കൊല്ലം കൊണ്ട് കേരളം തവിടുപൊടിയായി. എല്ലാ മണ്ഡലത്തിലും എല്ലാം വിദ്യാഭ്യാസം അടക്കം എല്ലാ മണ്ഡലവും തകർന്ന് തരിപ്പണമായി. ലോ ആൻഡ് ഓർഡർ, ഹെൽത്ത് കെയർ, ഏതെങ്കിലും ഒരു പൊതുഗതാഗതം, നിർമ്മാണ മേഖല, വ്യവസായ മേഖല എല്ലായിടത്തും നിശ്ചലതയാണ്. എന്ന് മാത്രമല്ല വിരുദ്ധ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. എല്ലാ സംഘടിത മേഖലയിലും പാവങ്ങളിൽ പാവങ്ങളായ ആശാ വർക്കേഴ്സ്
എത്ര ദിവസമായി സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ സമരം തുടങ്ങിയിട്ട്? ഒരു സംഘടിത തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ ആവേശം ഉൾക്കൊണ്ട് ഭരിക്കുന്ന സർക്കാരാണെന്ന് പറയുന്നു. ഇവരുടെ കാര്യത്തെ ഒരു മാനുഷികമായി അഡ്രസ്സ് ചെയ്യുന്നതിന് പകരം അവരെ ആക്ഷേപിക്കാനാണ് ശ്രമിക്കുന്നത്. കീടങ്ങളെന്നൊക്കെയാണ് അവരെ വിളിക്കുന്നത് തൊഴിലാളി നേതാക്കൾ. എന്തൊരു മനോഭാവമാണ്, എന്തൊരു അധമത്വമാണ്, എന്തൊരു മനുഷ്യത്വ വിഹീനമായ പ്രവൃത്തിയും വാക്കുകളുമാണ്. ഇതൊക്കെ നമുക്ക് ഈ പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. എന്നാലും അങ്ങനെ അതിൻ്റെയൊക്കെ പ്രണേതാക്കളായ ആളുകൾ വീണ്ടും ഭരിക്കാൻ വരുന്നു എന്നത് ഈ നാടിൻ്റെ ഭാവി ഓർക്കുമ്പോൾ നമുക്ക് അതിഭയങ്കരമായ ഭയമാണ് ഉണ്ടാകുന്നത്, ഗംഭീരമായ അങ്കലാപ്പാണ് ഉണ്ടാകുന്നത്. ഈ തരത്തിലാണ് ഇവിടെ പോകുന്നത്. ഇതിന് ബദലായി ഒരു സദ്ഭരണ ലക്ഷ്യത്തോടെ BJP വരുമോ, വരണമെന്നാഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ കയ്യിൽ കൊണ്ടു കൊടുത്താലും സ്വീകരിക്കാൻ തക്ക മനസ്സോ തൻ്റെ ഇടമോ ഉള്ള നേതാക്കൾ സംസ്ഥാനത്ത് ദൗർഭാഗ്യവശാൽ ഇപ്പോൾ BJPക്കില്ല. കാരണം കേരളത്തിന് പുറത്ത് നോക്കിയാൽ BJPക്ക് വളരെ വലിയ വളർച്ച ഉണ്ടാകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കൃത്യമായി നേതാക്കളെ പിന്നെ സ്ഥാനത്ത് കൊണ്ടുവരാനും ഈ പദ്ധതികൾ നടപ്പിലാക്കാനും തന്ത്രങ്ങൾ മെനയാനുമൊക്കെ കൃത്യമായ ആളുകളുണ്ട്. എന്തുകൊണ്ടായിരിക്കും കേരളത്തെ ഈ ദേശീയ നേതൃത്വം അവഗണിക്കുന്നത്? അത് ഞാനും പലപ്പോഴും ആലോചിച്ചിട്ടുള്ളൊരു കാര്യമാണ്. നിലവിൽ ഇന്ത്യയിലെ 70% ഭൂവിഭാഗം ഭരിക്കുന്നത് BJPയോ BJP സഖ്യകക്ഷികളോ ആണ്. ജനങ്ങളിൽ 69% ആളുകളുടെയും ഭരണഭാഗധേയം ഇന്ന് BJP നയിക്കുന്ന BJPയുടെയോ BJP പിന്തുണയ്ക്കുന്ന NDAയുടെ കയ്യിലാണ്. അതേസമയത്ത് അതിൽ കേരളത്തിലെ 3.25 കോടി ജനങ്ങളില്ല. അപ്പോൾ ആ ജനങ്ങളെ എന്തുകൊണ്ട് അവർ കണക്കിലെടുക്കുന്നില്ല? തമിഴ്നാട്ടിൽ അവർക്കുള്ള ഒരു പദ്ധതി, ജയിച്ച് വന്ന് അധികാരത്തിൽ വരാനുള്ള ഒരു പദ്ധതി കേരളത്തിലില്ല. ആന്ധ്രാപ്രദേശിൽ അവർ സഖ്യമുണ്ടാക്കി. കർണാടകത്തിൽ അവർ പോരാട്ടം നടത്തി 2 തവണ അധികാരത്തിൽ വന്നു. അതേപോലെ ഒരു പ്ലാനോ പദ്ധതിയോ ആവിഷ്കരിച്ച് നടപ്പാക്കാൻ കേരളത്തിൽ ഇപ്പോഴും BJP സജ്ജമല്ല. അത് സജ്ജമാകാൻ അതിലേക്ക് കൂടുതൽ ആളുകൾ വരണം, നേതാക്കൾ വരണം. ചെറിയ നേതാക്കളില്ലെന്നല്ല, പക്ഷേ ആ നേതാക്കളുടെ ലക്ഷ്യവും പ്രവർത്തനവും വളരെ പരിമിതമാണ്. ഒരു ചെറിയ വൃത്തത്തിൽ ആണ് അവരുടെ പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഒരു സഖ്യകക്ഷി അവർക്കുണ്ട്, BDJS എന്ന് പറയുന്നത്. അതൊരു ഫാമിലി പോക്കറ്റ് പാർട്ടിയായിട്ട് അതപ്പതിച്ച് നിൽക്കുകയാണ്. ഇപ്പുറത്ത് അവർക്ക് BJPക്ക് സമൂലമായി എല്ലാ ജനങ്ങളെയും ഉൾക്കൊള്ളാവുന്ന തരത്തിലുള്ള ഒരു സംഘപരിവാർ പിന്തുണയുള്ള ഒരു പ്രോഗ്രാം ആവിഷ്കരിക്കാൻ പറ്റുന്നില്ല. അതിന് പറ്റിയൊരു അവസരമായിരുന്നു ശബരിമല പ്രസ്ഥാനം, ശബരിമല ഇഷ്യൂ. ഈ ഗവൺമെൻറ് ശബരിമല ഭക്തന്മാരോട് കാണിച്ച വൈരാഗ്യബുദ്ധി, ശബരിമലയിലെ ആചാരം, അവിടുത്തെ വിശ്വാസം, ഇതിനെയൊക്കെ ചോദ്യം ചെയ്യുന്ന ഒരു വലിയൊരവസരം BJPയുടെ കയ്യിൽ വന്നതായിരുന്നു. അന്ന് ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ അവർക്ക് ആദ്യം മടിയായിരുന്നു. പിന്നീട് പതുക്കെ അതിന് BJP ഇല്ലാതെ തന്നെ സ്ത്രീകൾ സ്വമേധയാ സമരസജ്ജരായി റോഡിലിറങ്ങിയപ്പോഴാണ് BJPയുടെ കുറച്ച് നേതാക്കളും കുറച്ച് ഹിന്ദു ക്ഷേത്ര സംരക്ഷണ സമിതിക്കാരുമൊക്കെ അതിൻ്റെ പിന്നാലെ പോയത്. പിന്നീട് അതൊരു വലിയ പ്രക്ഷോഭമായി വളരുകയും ചെയ്തു. അത് നൽകിയ ഒരാവേശവും രാഷ്ട്രീയമായി BJPക്ക് വലിയ ഗുണം ചെയ്തതില്ല. പത്തനംതിട്ടയിൽ പോലും ഒരു സീറ്റ് കിട്ടിയില്ല എന്നർത്ഥം. അവിടെ BJPയുടെ ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റ് അവിടെ മത്സരിച്ചു, ലോക്സഭയിലേക്കും അസംബ്ലിയിലേക്കും മത്സരിച്ചു. നിഷ്പ്രയാസം ജയിക്കുമെന്നായിരുന്നു തുടക്കത്തിൽ നമ്മൾ കരുതിയത്. പക്ഷേ നമ്മുടെ നാട്ടിലെ ഒരു കമ്മ്യൂണൽ ഇക്വേഷൻ, വർഗീയ സമവാക്യത്തിൻ്റെ ഒരു സവിശേഷത മൂലം സുരേന്ദ്രൻ അവിടെയും ജയിച്ചില്ല, കാസർഗോഡ് മത്സരിച്ച സീറ്റിലും ജയിച്ചില്ല. അപ്പോൾ ആ തരത്തിലൊരു എലക്ഷൻ പ്ലാനിങ് സ്ട്രാറ്റജിയാണ് BJPക്ക് ഇല്ലാത്തത്. ജനങ്ങൾ ഉണ്ട്, ജനങ്ങൾ പിന്നെ ഇപ്പോൾ സംസ്ഥാനത്ത് ഏകദേശം 20% വോട്ടുണ്ട് BJPക്ക്. 20% ഒറ്റയ്ക്ക് ഒരു പാർട്ടിക്ക് വോട്ട് കിട്ടിയാൽ പിന്നെ അതൊരു വിജയത്തിലേക്ക് എത്തിക്കുവാൻ ഒരു ചെറിയ മുന്നണി ബന്ധങ്ങളിലൂടെ പറ്റും. ഒരുപക്ഷെ പുതിയ ഒരു രാഷ്ട്രീയം കേരളത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്നത് ആ തരത്തിൽ ഉപയോഗിക്കാൻ പറ്റിയാൽ, ഇപ്പോൾ ശശി തരൂർ ഇഷ്യൂ ഒക്കെ ഉണ്ടല്ലോ, ചിലപ്പോൾ നടക്കും. ഈ ധന്യ ചോദിച്ച 2026
രാഷ്ട്രീയ സ്ഥിതി. ഒരു രണ്ടാം കക്ഷിയായിട്ടെങ്കിലും ബി ജെ പിക്ക് വേണമെങ്കിൽ വരാൻ പറ്റും. തീർച്ചയായിട്ടും.